ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് 8ാമത്തെ ദിവസത്തെ ശുശ്രൂഷയിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുക. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു, പ്രഭാതം തൊട്ട് ഈ സമയം വരെ ഓരോരുത്തരും തങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ പുണ്യങ്ങൾ അഭ്യസിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് എന്ന് അച്ഛൻ വിശ്വസിക്കുക. നമുക്കിന്ന് അപ്രകാരം പുണ്യങ്ങൾ അഭ്യസിച്ച് വരാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വിഷമിക്കുകയല്ല ചെയ്യണ്ടേ, കുറ്റബോധത്തിലേക്കോ നിരാശയിലേക്കോ അല്ല പോകണ്ടേ. വീണ്ടും അമ്മയിൽ അഭയം പ്രാപിക്ക്. അമ്മ നിന്നെ പഠിപ്പിക്കും, അമ്മ നിന്നെ പരിശീലിപ്പിക്കും. ഇന്നത്തെ ഈ ദിവസത്തെ ശുശ്രൂഷകൾ മുഴുവനും പരിശുദ്ധാത്മാവ് നയിക്കാൻ, അമ്മയുടെ വലിയ സംരക്ഷണം കിട്ടാൻ, വിശുദ്ധ കുരിശിൻ്റെ വലിയ സംരക്ഷണം നമുക്ക് കിട്ടാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട്, സാധിക്കുവാണെങ്കിൽ എല്ലാവരും തന്നെ എഴുന്നേൽക്കുക. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സാത്താനോ അവൻ്റെ സൈന്യത്തിനോ കടന്നു വരാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നിമിഷം വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് ത്രികാല ജപം ചൊല്ലി പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കാം. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോരിനില്ലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമയെ പ്രാപിപ്പാൻ അനുഗ്രഹം ചെയ്തു തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മയെ ഒത്തിരി സ്നേഹിക്കുന്നവരെ, ആത്മാവിന്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പെന്തക്കുസ്തായിൽ പ്രിയപ്പെട്ടവരെ, അപ്പസ്തോലന്മാരുടെ നാഥയായിരുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട്, സഭയുടെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മാവിന്റെ വലിയൊരു ചൈതന്യം വരണം. ദൈവിക ജ്ഞാനം നമുക്ക് കിട്ടണം. പരിശുദ്ധാത്മാവിന്റെ ഫലം നമുക്ക് കിട്ടണം. പരിശുദ്ധാത്മാവിന്റെ ദാനം നമുക്ക് കിട്ടണം. നമ്മൾ കെട്ടിരിക്കുന്ന മക്കളല്ല, ആത്മാവിന്റെ ഫലമനുസരിച്ച് ജീവിക്കുന്ന മക്കളാകണം. ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്ന മക്കളാകണം. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്ന മക്കളാകണം. വചനം ജീവിക്കുന്ന മക്കളാകണം. അതിനുവേണ്ടി നമ്മൾ ഈ നിമിഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഉടനീളം നീ ഇറങ്ങി വരണമേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ യാചനയോടെ പിടിച്ച് എല്ലാവരും ആത്മാവിന്റെ നിറവിന് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രേരിതരായി എല്ലാവരും അല്പസ്വരത്തിൽ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും.
യൂദയായാലും ജെറുസലേമിലും ലോകത്തിന്റെ അതിർത്തി വരെയും നീ എനിക്ക് സാക്ഷിയായിരിക്കും എന്ന് പറഞ്ഞ ആ വചനത്തിൽ നിന്നുകൊണ്ട് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, നിന്റെ ശക്തി പ്രകടമാക്കണമേ, നിന്റെ ശക്തി ഞങ്ങളിൽ ധരിപ്പിക്കണമേ, ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ നയിക്കണേ പരിശുദ്ധാത്മാവേ. വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണേ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണേ പരിശുദ്ധാത്മാവേ. ഓ പരിശുദ്ധാത്മാവേ, വരണമേ എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാവരും ഒന്ന് ചേർന്ന് ഒരുമിച്ച് വിളിച്ചു പാടി നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ എല്ലാവരും ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ശക്തിയോടെ പ്രാർത്ഥിച്ച മക്കളെ, എല്ലാ പൈശാചിക കെട്ടുകളും അടിയണം. നമുക്കെതിരെ നിൽക്കുന്ന സാത്താന്റെ സകല ആയുധങ്ങളും, സാത്താന്റെ ചിന്തകള്, അവന്റെ ആലോചനകള്, അവന്റെ പദ്ധതികളെല്ലാം വ്യർത്ഥമാക്കണം. നമുക്കെതിരെ നിൽക്കുന്ന എല്ലാ ശത്രുക്കളെയും നമ്മുടെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നമുക്കെതിരായി അവൻ ഒരു വഴിയിലൂടെ വരുമ്പോൾ 7 വഴിയിലൂടെ അവനെ പലായനം കർത്താവ് ചെയ്യും. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി തല്ലും കൊണ്ട് നിറപറ്റിക്കാൻ കഴിയുന്ന എന്റെ ദൈവത്തിലാണ് വിശ്വാസം. നമ്മളെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാകിയില്ല. നമ്മൾക്കെതിരെ വൃത്തി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും കർത്താവ് ഖണ്ഡിക്കും. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ആത്മാവിനോട് ചേർന്ന് ശക്തമായ ഒരു അഭിഷേകത്തിന് വേണ്ടി ഉണർവോടെ പാടാം. സാവൂളിനെ പൗലോസാക്കിയ പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ. സാവൂളിനെ പൗലോസാക്കിയ പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ. രക്തസാക്ഷിയിൽ ശക്തിയേകിയ പരിശുദ്ധാത്മാവേ, രക്തസാക്ഷിയിൽ ശക്തിയേകിയ പരിശുദ്ധാത്മാവേ. എന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയു പരിശുദ്ധാത്മാവേ. എല്ലാവരും ചേരാ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ലോകമേ, ആത്മാവേ, 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 നിറയണമേ. ആത്മാവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, നിറയണമേ, 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 നിറയണമേ. അഭിഷേകത്താൽ നിറയ്ക്കണമേ, ജ്വലിപ്പിക്കണമേ. വരദാന ഫലങ്ങളാൽ നിറയ്ക്കണമേ. ഏലിയായെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, സാവൂളിനെ ഉയർത്തിയ പരിശുദ്ധാത്മാവേ, ദാവീദിനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, സഭയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേ, ഈ നിമിഷം ഞങ്ങളിൽ നിറയണമേ. ഈ കൂട്ടായ്മയിൽ നിറയണമേ. ഈ ശുശ്രൂഷയിൽ നിറയണമേ. ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ ഉണർത്തണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ.
ലോകത്തിന്മേൽ വിജയം നേടാം. ധീരതയേകണമേ. രണ്ട് കരങ്ങൾ ദൈവത്തോട് ചേർത്ത് വയ്ക്കാം. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ നിമിഷം വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ ഈ ശുശ്രൂഷയിലേക്ക് വന്ന് നിറയണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അമ്മ മാതാവിനെ സമർപ്പിച്ച മക്കളെ, അമ്മയോട് മനസ്സുകൊണ്ടെന്ന് പറഞ്ഞേ, മറിയമേ, പൂർണ്ണമായും അമ്മയുടേത് മാത്രമാണ്. ഓ മറിയമേ, എൻ്റെ ഈ ജീവിത പങ്കാളി, എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എൻ്റെ ഈ മക്കൾ പൂർണ്ണമായും അമ്മയുടേത് മാത്രമാണ്. ഞങ്ങളുടെ ഈ ഭവനം പൂർണ്ണമായും അമ്മയുടേത് മാത്രമാണ്. ഞങ്ങളുടെ ഈ സന്യാസ ഭവനം പൂർണ്ണമായി അമ്മയുടേത് മാത്രമാണ്. ഞങ്ങളുടെ ഈ കോൺവെന്റ് പൂർണ്ണമായി അമ്മയുടേത് മാത്രമാണ്. ഞങ്ങളുടെ ഈ സമൂഹ ജീവിതം പൂർണ്ണമായി അമ്മയുടേത് മാത്രമാണ്. ഞങ്ങൾ കേൾക്കുന്ന കാര്യമെല്ലാം അമ്മയുടേത് മാത്രമാണ്. അമ്മയ്ക്ക് സമർപ്പിച്ച്, അമ്മയ്ക്ക് പരിപൂർണമായിട്ടൊന്ന് വിട്ടുകൊടുത്ത്, ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങളിതാ അങ്ങേ സങ്കേതത്തെങ്കിൽ അഭയത്തിനായിട്ട് ഓടി അണയുക. പാപികളായ ഞങ്ങളുടെ മേൽ അലിവാർന്ന് അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണമേ. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത എൻ്റെ പരിശുദ്ധി അമ്മ മാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബത്തെയും കൂട്ടായ്മയും ഈ ശുശ്രൂഷകളെയും തിരുസഭയെയും സൃഷ്ടപ്രപഞ്ചത്തെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും നാശത്തെ ആഗ്രഹിച്ചു നിൽക്കുന്ന പിശാചിന്റെ സകല കുട്ടിലതന്ത്രങ്ങളെ അമ്മേ, അമ്മയുടെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ. ക്രിസ്തുനാഥ, നിത്യപിതാവിന്റെ പുത്ര, നിങ്ങളുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, യുദ്ധം, ദുരന്തം, കലഹം, രോഗപീഠ, കഷ്ടപ്പാട്, ദുരിതങ്ങൾ, ക്ലേശങ്ങൾ, പകർച്ചവ്യാധികൾ ഹദിയാവിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. സർവ്വജനപദങ്ങളുടെ നാദിയായ പരിശുദ്ധ കന്യകാ മറിയമേ, എപ്പോഴും ഞങ്ങളുടെ അഭിഭാഷിയായിരിക്കണമേ. ഒരു നിമിഷം സമർപ്പിക്കട്ടെ മക്കളെ. പരിശുദ്ധ അമ്മയ്ക്ക് പരിപൂർണമായി സമർപ്പിച്ച്, അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥന, ഈ പ്രതിഷ്ഠാ പ്രാർത്ഥന എല്ലാവരും ഉറക്കെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ചേ. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങയെ എന്റെ മാതാവും എന്റെ രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് അങ്ങേ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവിടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സത്പ്രവർത്തികളും പരിഹാര പ്രവർത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദത്തിങ്കൽ ഞാൻ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ശാന്തമായി സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള അമ്മ മാതാവിന്റെ പ്രിയപ്പെട്ട മക്കളെ, 8-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് നമ്മൾ കാണാനായിട്ട് വിചിന്തനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം, പരിശുദ്ധ അമ്മ മാതാവ് യുഗാന്ത്യ സഭയുടെ സംരക്ഷക, ഇല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും സംരക്ഷകയാണ് പരിശുദ്ധ അമ്മ മാതാവ് എന്നുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ മാതാവ് സകല ജനപദങ്ങളുടെയും സംരക്ഷകയായിട്ട് ദൈവം നിയോഗിക്കാൻ കാരണം? സഭയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഓരോ മനുഷ്യന്റെയും എല്ലാ ആവശ്യങ്ങളിലും അവനെ സഹായിക്കാനും അവനെ സംരക്ഷിക്കുവാനുമായിട്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ചത് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ മാതാവിനെയാണ്.
മാനവകുലത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഏത് കാലഘട്ടത്തിലായിക്കട്ടെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവിതത്തില് അതിഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ മനുഷ്യനെ അതിൽ നിന്നും പിടിച്ചുയർത്താനും അവനെ സംരക്ഷിക്കാനും അവനെ സഹായിക്കാനുമായിട്ട് ദൈവം സ്വർഗത്തിൽ നയിക്കുന്നത് എപ്പോഴും പരിശുദ്ധ അമ്മ മാതാവിനെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഇത്രയും വർഷത്തിനുള്ളിൽ എത്രയോ യുദ്ധങ്ങളാ ഉണ്ടായേക്കണേ, എത്രയോ പ്രകൃതിക്ഷോഭങ്ങളാ ഉണ്ടായേക്കണേ, എത്രയോ പകർച്ചവ്യാധികളാ ഉണ്ടായേക്കണേ. ഈ സമയത്തൊക്കെ പ്രിയപ്പെട്ടവരെ, സ്വർഗം ഈ ഭൂമിയിലുള്ള മക്കളെ സഹായിക്കാനായിട്ട്, സംരക്ഷിക്കാനായിട്ട്, അവരെ ചേർത്ത് പിടിക്കാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ദൈവം അയച്ചത് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ മാതാവിനെയാണ്. സഭയുടെ അവസ്ഥകൾ പരിശോധിച്ച് നോക്കിക്കേ. സഭയിൽ പലപ്പോഴും അബദ്ധ പ്രബോധനങ്ങൾ കടന്നു വന്നിട്ട് സഭാമക്കളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, ദൈവനിഷേധം കൊണ്ട് സഭയെ തളർത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, മതപീഡനം അതിശക്തമായിട്ട് ശക്തി പ്രാപിച്ചുകൊണ്ട് അനേകം മക്കളെ കൊന്നൊടുക്കുന്ന സമയം. പ്രിയപ്പെട്ടവർ, ഈ സമയമൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ. അവിടെയൊക്കെ അവരെ സഹായിക്കാൻ, സഭയെ സഹായിക്കാൻ, സഭാമക്കളെ സഹായിക്കാനായിട്ട് സ്വർഗത്തിൽ നിന്നും ദൈവം പറഞ്ഞയച്ചത് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ മാതാവിനെയാ. എന്തുകൊണ്ട്? പ്രിയപ്പെട്ടവർ, ഇത് മനസ്സിലാക്കണമെങ്കിൽ ഉണ്ണിയേശുവിന്റെ ജനനം, ഉണ്ണിയേശു രക്ഷകൻ പിറന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹെരോദസ് രാജാവ് രണ്ടിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവനും കൊല്ലാനായിട്ട് ആഹ്വാനം ചെയ്തപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന ഹെരോദസിന്റെ വാളിന്റെ മുനയിൽ നിന്നും ഈ പരിശുദ്ധ അമ്മ മാതാവ് തന്റെ കുഞ്ഞിനെ തന്റെ മേലങ്കിക്കുള്ളിൽ വെച്ചുകൊണ്ട് പലായനം ചെയ്ത് ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് ഉണ്ണി യേശുവിനെ സംരക്ഷിക്കാനായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് റെഡിയായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ സഭയെയും ഈ സഭാമക്കളെയും എല്ലാ ആപത്തുകളിൽ നിന്നും, എല്ലാ പ്രശ്നത്തിൽ നിന്നും, എല്ലാ ബന്ധനാവസ്ഥയിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് അമ്മ എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. മക്കളെ, ഈ കാലഘട്ടത്തിൽ ഏതൊക്കെ ദൈവമക്കള് കണ്ണീര് കൊണ്ടും വേദന കൊണ്ടും വിഷമം കൊണ്ടും ദുഃഖം കൊണ്ടും ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ കൊണ്ടും വലയുന്നുണ്ടെങ്കിൽ, മക്കളെ ഓർത്ത് വേദനിക്കുന്നുണ്ടെങ്കിൽ, ജീവിത പങ്കാളി ഓർത്ത് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തിന് ഒത്തിരിയേറെ പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എവിടെ നോക്കിയാലും സമാധാനമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ, കുഞ്ഞേ, നിന്നെ സംരക്ഷിക്കാൻ, നിന്നെ സഹായിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഒരാൾ ഈ ഭൂമിയിൽ നിന്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ആ വ്യക്തി മറ്റാരുമല്ല മക്കളെ, അത് പരിശുദ്ധ അമ്മയാ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര മക്കൾ ഈ അമ്മയെ ചേർത്ത് പിടിക്കുന്നു. ഇത്രയും നല്ല ഒരു സംരക്ഷക, ഇത്രയും നല്ല ഒരു സഹായിക നമുക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവം തന്നിട്ട് ആ അമ്മയെ നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന എത്ര പേര്, അല്ലെങ്കിൽ എത്ര പേര് അമ്മയ്ക്ക് സമർപ്പിക്കുന്നുണ്ട്? പ്രിയപ്പെട്ട ദൈവമക്കളെ, മനസ്സിലാക്കണം, യുഗാന്ത്യ സഭയെ സംരക്ഷിക്കാനായിട്ട് ദൈവം വെച്ചിരിക്കുന്നത് മറ്റാരെയുമല്ല, അതും പരിശുദ്ധി അമ്മയാ. അന്ത്യകാലഘട്ടത്തിലെ അവസാന പോരാട്ടത്തില്, ആ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ, ആ തിന്മയ്ക്കെതിരെയുള്ള യുദ്ധത്തിലെ സൈന്യനിരയെ ഒരുക്കിക്കൊണ്ടുവരുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നതും പരിശുദ്ധി അമ്മയാ. ആ അമ്മയിലൂടെയായിരിക്കും അവസാനം വിജയം വരിക്കുക. അതുകൊണ്ടാണ് വെച്ചുകുറിയിൽ പരിശുദ്ധി അമ്മ പറഞ്ഞു, അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഏതൊക്കെ ദൈവമക്കൾ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് ആ അമ്മയുടെ സംരക്ഷണവും സഹായവും ഏറ്റെടുത്തോ, പ്രിയപ്പെട്ട മക്കളെ, അവസാനം നിങ്ങൾക്ക് വിജയം, സ്വർഗത്തിൽ അവകാശം കിട്ടും എന്നുള്ള സത്യം തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈ സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാ 9-ാം പീയൂസ് മാർപ്പാപ്പ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പരിശുദ്ധ അമ്മയിൽ സമർപ്പിക്കുകയും പരിശുദ്ധ അമ്മയിൽ അഭയം തേടുകയും പരിശുദ്ധ അമ്മയിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യണം. എന്നിട്ട് പറയുക, എന്തുകൊണ്ട്? 9-ാം പീയൂസ് മാർപ്പാപ്പ പറയുവാണ്, സാത്താന്റെ തലയെ തകർത്ത് രക്ഷകനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് പരിശുദ്ധ അമ്മയാ.
എന്നിട്ട് വീണ്ടും പറയുവാണ്, പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും മഹത്വമാണ് പരിശുദ്ധി അമ്മ, രക്തസാക്ഷികളുടെ ബഹുമതിയാണ് പരിശുദ്ധി അമ്മ, സകല വിശുദ്ധരുടെ കിരീടവും സന്തോഷവുമാണ് പരിശുദ്ധി അമ്മ. എന്നിട്ട് വീണ്ടും പറയുവാണ്, അപകടങ്ങളിൽ ഇരിക്കുന്ന സകലരെയും ഏറ്റവും സുരക്ഷിതമായിട്ട് സുരക്ഷിത സങ്കേതത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധി അമ്മയാ, അവരെ സഹായിക്കുന്നതും പരിശുദ്ധ അമ്മയാണെന്ന്. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, അപകടങ്ങളിലായിരിക്കുന്ന ഓരോ മക്കളെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്, അവരെ സംരക്ഷിക്കുന്നത്, അവരെ സഹായിക്കുന്നത് ഈ അമ്മയാ. അതുകൊണ്ട് ഈ അമ്മയിൽ അഭയം തേട്, അമ്മയിൽ സമർപ്പിക്ക്, അമ്മയിൽ പ്രത്യാശ അർപ്പിക്കാനാ 9 പീയൂസ് മാർപ്പാപ്പ പറയുന്നത്. വീണ്ടും 9 പീയൂസ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, സഭയുടെ ഏറ്റവും മഹത്വവും അലങ്കാരവും തകർക്കാനാവാത്ത അഭയോ കേന്ദ്രവുമാണ് പരിശുദ്ധി അമ്മ. സകല പാഷാണ്ഡതകളെയും തകർത്ത് കളഞ്ഞവളാണ് പരിശുദ്ധി അമ്മ. നാശങ്ങളിൽ നിന്ന് വിശ്വാസികളെയും കുടുംബങ്ങളെയും രാഷ്ട്രങ്ങളെയും സംരക്ഷിക്കുന്നവളാണ് പരിശുദ്ധി അമ്മ. എന്നിട്ട് പറയുവാണ്, ഭീഷണിപ്പെടുത്തുന്ന അനേക അപകടങ്ങളിൽ നിന്നും ദൈവമക്കളെ സംരക്ഷിക്കുന്നത് ഈ പരിശുദ്ധി അമ്മയാ. ഈ അമ്മയിൽ അഭയം തേട്, അമ്മയിൽ സമർപ്പിക്ക്, അമ്മയിൽ പ്രത്യാശ അർപ്പിച്ചാൽ ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകില്ലെന്ന്. അപകടങ്ങളിൽ കഴിയുന്ന മക്കളില്ലേ, നാശത്തിൽ കഴിയുന്ന മക്കളില്ലേ, നമ്മുടെ മക്കളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടേ എന്ന് ദുഃഖിച്ച് കഴിയുന്ന മാതാപിതാക്കളില്ലേ, ജീവിത പങ്കാളി എങ്ങനെയാണ് രക്ഷിക്കേണ്ടേ എന്ന് ഒത്തിരിയേറെ വിഷമിച്ചിരിക്കുന്ന അമ്മമാരില്ലേ, അപ്പച്ചന്മാരില്ലേ. ദാ പരിശുദ്ധി അമ്മ നമ്മളോട് പറയുന്നു, 9 പീയൂസ് മാർപ്പാപ്പ പറയുന്നു, മക്കളെ, നിങ്ങൾ അമ്മയിൽ അഭയം തേടി പ്രത്യാശ അർപ്പിച്ച് സമർപ്പിക്കാൻ തയ്യാറായാൽ എത്ര വലിയ അപകടങ്ങളിൽ നിന്നും അമ്മ സംരക്ഷിക്കും, അമ്മ സഹായിക്കും, അമ്മ നിന്നെ ഉണർത്തും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലിയോ 13 മാർപ്പാപ്പ ഇപ്രകാരമാണ് പറയുന്നത്, മറിയമേ, നീ സന്തോഷിക്കുക, എന്തെന്നാൽ നീ തന്നെ ഈ ലോകത്തിലെ സകല പാഷാണ്ഡതകളെയും നശിപ്പിച്ചു. വീണ്ടും പ്രിയപ്പെട്ടവരെ നോക്കിക്കേ, 13 പീയൂസ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധ മറിയം മാത്രമാണ് സകല അബദ്ധ പ്രബോധനങ്ങളെയും നശിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മോൺഫോർട്ട് പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, ഏതൊക്കെ ദൈവമക്കള് മറിയത്തിൽ വിശ്വാസം അർപ്പിക്കുകയും മറിയത്തിന്റെ വിശ്വസ്ത ദാസരായി തീരുകയും ചെയ്തിട്ടുണ്ടോ, അവരെ ഒരു ശത്രുവിന് പോലും തകർക്കാൻ പറ്റില്ല. ശത്രുവിന്റെ ദുഷ്ടതയ്ക്കോ അവരുടെ സംഖ്യാബലത്തിനോ അവരുടെ മർദ്ദനങ്ങൾക്കോ അടിമപ്പെട്ട് അവർ പോകില്ലെന്ന് നമ്മൾ പരിശോധിക്കേണ്ട കാര്യത. ശത്രു വെച്ചിരിക്കുന്ന, സാത്താൻ വെച്ചിരിക്കുന്ന ഏതെങ്കിലും കെണിയിൽ നമ്മൾ വീണു പോകുന്നുണ്ടെങ്കിൽ, അവന്റെ സംഖ്യാബലം കണ്ട് നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ, അവൻ വെച്ചിരിക്കുന്ന മർദ്ദനം നമ്മളെ ഒന്നിനു പുറകെ ഒന്നായിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ, മുകുഞ്ഞേ, നീ പരിശോധിക്കണം, നീ അമ്മയുടെ വിശ്വസ്തദാസനും ദാസിയുമാണോ? അമ്മയുടെ സംരക്ഷണം ഏറ്റെടുത്ത വ്യക്തിയാണോ? അമ്മയിൽ ആഴമായിട്ടുള്ള വിശ്വാസം അർപ്പിച്ചിട്ടുള്ള കുഞ്ഞാണോ? പരിശുദ്ധി അമ്മ പറയുവാണ്, കുഞ്ഞേ, നീ എൻ്റെ വിശ്വസ്തദാസിയായാൽ, ദാസനായാൽ, നീ എന്നിൽ വിശ്വാസം അർപ്പിച്ചാൽ, ഒരു ശത്രുവിന്റെ മർദ്ദനമോ ഒരു ശത്രുവിന്റെ സംഖ്യാബലമോ ഒരു ശത്രുവിന്റെ ദുഷ്ടതയോ നിന്നെ കേറി ഭരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലിയോ 13 മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അപകടത്തിൽ കഴിയുന്ന മക്കളുണ്ടെങ്കിൽ, പീഡന അവസ്ഥയിൽ കഴിയുന്ന മക്കളുണ്ടെങ്കിൽ, ധാർമ്മിക അധഃപതനത്തിൽ കഴിയുന്ന മക്കളുണ്ടെങ്കിൽ, അബദ്ധ പ്രബോധനത്തിൽ വീണ് കിടക്കുന്ന മക്കളുണ്ടെങ്കിൽ, ശത്രുവിന്റെ ആക്രമണങ്ങളിൽ പെട്ട് കിടക്കുന്ന മക്കളുണ്ടെങ്കിൽ, മക്കളെ, നിങ്ങൾ രക്ഷയ്ക്കായിട്ട് മറ്റാരുടെയും അടുത്തേക്കല്ല ഓടണ്ടേ, അമ്മ മാതാവിന്റെ അടുത്തേക്ക് ചെല്ല്. അമ്മ നിങ്ങളെ സംരക്ഷിക്കും. കാരണം പരിശുദ്ധ അമ്മ സംരക്ഷകയാ. ദൈവമാർപ്പാപ്പ പറയുവാണ്, പരിശുദ്ധ അമ്മ സഹായികയാ, അവൾ ആശ്വാസദായികയാ, അവൾ യുദ്ധത്തിൽ സുശക്തിയാ, അവൾ വിജയ ശ്രീലാളിതയാ,
അവൾ സമാധാനദായികയാ. അതുകൊണ്ട് ഏതൊക്കെ ദൈവമക്കൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിനായിട്ട് അഭയം തേടിക്കോ, അമ്മ അവരെ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് തരികയാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് അസീസി പറയുന്ന ഒരു കാര്യമുണ്ട്. സർവശക്തിയോടും കൂടെ നീ മറിയത്തിൽ വണങ്ങുക, അവളെ ആശ്രയിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. അപ്രകാരം നീ ആശ്രയിച്ചാൽ, അപ്രകാരം വണങ്ങാൻ തുടങ്ങിയാൽ, നിന്റെ ഒരു ജീവിതത്തിലും ആരും നിന്നെ തളർത്താൻ പറ്റില്ലെന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പാതിരാപ്പിയോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ തിന്മയിൽ നിന്നും രക്ഷപ്പെടാൻ, തിന്മ വെക്കുന്ന കണികളിൽ നിന്നും രക്ഷപ്പെടാൻ, പാപപ്രലോഭനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3 കാര്യം ചെയ്യണം. 1, അമ്മയുടെ അടുത്തിരിക്കണം. 2, അമ്മയെ സ്നേഹിക്കണം. 3, ധാരാളം ജപമാല ചൊല്ലി അമ്മയെ ചേർത്ത് പിടിക്കണം. പറയുവാണ്, രക്ഷപ്പെടാൻ, തിന്മയിൽ നിന്നും പ്രലോഭനത്തിൽ നിന്നും പൈശാചിക പിടകളിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാതിരാപ്പിയോ പറയുന്ന കാര്യം ഇപ്രകാരമാണ്. ആ വ്യക്തി പരിശുദ്ധി അമ്മയുടെ അടുത്തിരിക്കുക, അമ്മയെ സ്നേഹിക്കുക, ജപമാല ചൊല്ലി അമ്മയോട് ചേരുക. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വീണ്ടും ജോൺ ഡെമീഷൻ എന്ന് പറയുന്ന വിശുദ്ധൻ ഇപ്രകാരമാണ് പറയുന്നത്. ഓ മറിയമേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചാൽ നീ എന്നെ രക്ഷിക്കും. നീ എന്നെ പാലിച്ചാൽ ഞാൻ ഭയപ്പെടില്ല. നീ എന്നെ സഹായിച്ചാൽ ഞാൻ ശത്രുക്കളെയെല്ലാം കീഴടക്കും. കാരണം രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നവർക്ക് അവിടെ നിന്ന് നൽകുന്ന ആയുധമാണ് നിന്നോടുള്ള ഭക്തി. നോക്കിക്കേ, പരിശുദ്ധ അമ്മയെ ആശ്രയിച്ചാൽ ഒരു കാര്യം ഉറപ്പാ, നമ്മൾ രക്ഷ പ്രാപിക്കും. പരിശുദ്ധ അമ്മ നമ്മളെ പാലിച്ചാൽ പിന്നെ ഭയപ്പെടേണ്ട. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കാൻ തുടങ്ങിയാൽ ഏതു ശത്രുക്കളെയും നമുക്ക് പരാജയപ്പെടുത്താം. കാരണം രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ആയുധമാണ് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി. ഈ പരിശുദ്ധ അമ്മയെ ഒന്ന് ചേർത്ത് പിടിച്ച മക്കളെ, നമ്മുടെ മക്കൾ നഷ്ടപ്പെടാതിരിക്കണ്ടേ? ഈ ലോകം വെച്ച് നീട്ടുന്ന ലഹരി, ഈ ലോകം വെച്ച് നീട്ടുന്ന കെണികൾ, ഞാൻ ഓരോ പാപവും വെളിപ്പെടുത്തി പറയുന്നൊന്നുമില്ല. നമുക്കറിയാം നമ്മുടെ അവസ്ഥ എന്താണെന്ന്. ഈ അവസ്ഥയിൽ കഴിയുന്ന ഓരോ മക്കളെ നമുക്ക് സംരക്ഷണം വേണ്ടേ? ദൈവം തന്നിരിക്കുന്ന ഈ സംരക്ഷകയായ പരിശുദ്ധ അമ്മയെ ഒന്ന് മുറുകെ പിടിച്ചേ. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ മോൺഫോർട്ട് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? നോഹയുടെ പേടകമായിട്ടുള്ള പരിശുദ്ധ അമ്മ മാതാവ്, ആ അമ്മ മാതാവിൽ ആരൊക്കെ അഭയം തേടുന്നോ അവരാരും പാപപ്രളയത്തിൽ മുങ്ങിത്താഴില്ല. ഈ ലോകത്തിൽ പാപപ്രളയം ഇന്ന് നടക്കുമ്പോൾ നമ്മളാരും പാപപ്രളയത്തിൽ മുങ്ങിത്താഴാതിരിക്കാൻ, നമ്മുടെ മക്കൾ പാപപ്രളയത്തിൽ മുങ്ങിത്താഴാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ പോലും ഈ പാപപ്രളയത്തിൽ മുങ്ങിത്താഴാതിരിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം, രക്ഷയുടെ സങ്കേതമായിട്ടുള്ള, രക്ഷയുടെ പേടകമായിട്ടുള്ള പരിശുദ്ധ അമ്മയിൽ അഭയം പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ട വിശുദ്ധ ജർമാനൂസ് എന്ന് പറയുന്ന വിശുദ്ധൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തി, ആ വ്യക്തി തന്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം പരിശുദ്ധ അമ്മയിൽ അഭയം പ്രാപിക്കുക. കാരണം ക്രിസ്ത്യാനികളുടെ ജീവശ്വാസമാണ് പരിശുദ്ധ അമ്മ. ജീവശ്വാസത്തിന് 2 പ്രത്യേകതയാ. 1, ജീവന്റെ അടയാളം കാണിക്കുന്നു. 2, ജീവൻ താങ്ങി നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ ജീവശ്വാസമായിട്ടുള്ള പരിശുദ്ധ അമ്മയെ ഒരു വ്യക്തി അഭയം തേടുകയും ആ നാമം ഉരുവിടുകയും ചെയ്യുമ്പോൾ ഒരു ശത്രു പോലും ആ വ്യക്തിയെ തകർക്കാനോ ഭരിക്കാനോ കടന്നു വരില്ല. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ വാഴ്ത്തപ്പെട്ട ആൽനൂസ് എന്ന് പറയുന്ന വാഴ്ത്തപ്പെട്ട ആ മകൻ പറയുന്ന തന്റെ ജീവിതാനുഭവം ഇപ്രകാരമാ. അദ്ദേഹം എല്ലാ ദിവസവും പരിശുദ്ധ അമ്മ മാതാവിന് പ്രതിഷ്ഠിക്കുമായിരുന്നു. എന്നാൽ തന്റെ ജീവിതത്തിൽ തിരക്ക് വന്നപ്പോൾ ആ പ്രതിഷ്ഠ അദ്ദേഹം മാറ്റിവെച്ചു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു പ്രലോഭനം, ആ പ്രലോഭനത്തെ കീഴടക്കാൻ അദ്ദേഹം എത്ര നോക്കിയിട്ടും നടക്കുന്നില്ല. ആ പ്രലോഭനത്തിൽ വീണ് പോയിക്കൊണ്ടിരിക്കുക. അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ കവിളിൽ പതുക്കെ തട്ടിയിട്ട് പറഞ്ഞു, കുഞ്ഞേ, നീ എന്തുകൊണ്ടാ ഈ പ്രലോഭനത്തിൽ ഇതുപോലെ വീണുപോയിക്കൊണ്ടിരിക്കാൻ കാരണമെന്ന് നിനക്കറിയാമോ? നീ എന്നോടുള്ള പ്രതിഷ്ഠ നിർത്തിയതിന്റെ ഫലമായിട്ടല്ലേ നിന്നെ പ്രലോഭനം ഇത്രമാത്രം ആക്രമിക്കുന്നതും ഇതുപോലെ നീ പ്രലോഭനത്തിൽ വീണു പോകുന്നതും.
അതുകൊണ്ട് നീ എൻ്റെ കുഞ്ഞായി, നീ എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്ക്, ഞാൻ നിന്നെ സഹായിക്കാം, ഏത് പ്രലോഭനത്തെയും അതിജീവിക്കാനുള്ള ശക്തി ഞാൻ നിനക്ക് തരാമെന്ന്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളും ചെയ്യേണ്ട കാര്യം ഇതാ മക്കളെ. നമുക്ക് ചെറിയ പ്രലോഭനത്തിൽ പോലും നമ്മൾ വീണു പോവുക. ആ സമയത്ത് നമ്മുടെ ചിന്ത എന്താ? ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, ഞാനും ചെയ്യാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവർ, ഈ പ്രലോഭനത്തിൽ വീണു പോകുമ്പോൾ പാപത്തിന് അടിമയാവുക. ഈ പ്രലോഭനത്തെ അതിജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഏത് പ്രലോഭനത്തെയും അതിജീവിക്കാനുള്ള ശക്തി പരിശുദ്ധി അമ്മ നമുക്ക് തരുക. അകലങ്ങളിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച്, അകലങ്ങളിലായിരിക്കുന്ന ജീവിത പങ്കാളിയെ സമർപ്പിച്ച്, അവരും പാപത്തിൽ വീണു പോകല്ലേ, അവരും പ്രലോഭനത്തിൽ വീണു പോകാതിരിക്കാൻ നമുക്ക് പരിശുദ്ധി അമ്മയ്ക്ക് അവരെ സമർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവരെ ആ പ്രലോഭനത്തിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കാനുള്ള ശക്തി പരിശുദ്ധി അമ്മ കൊടുക്കുവാന്നേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ഇന്നസെന്റ് മൂന്നാം മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധയമ്മ കേട്ടെ, പരിശുദ്ധയമ്മ രാത്രിയിലെ ചന്ദ്രനും പ്രഭാതത്തിലെ ഉഷകാര താരവും മധ്യകാലത്തിലെ സൂര്യനുമാ എന്ന് വെച്ചാൽ, പാപാന്ധാരത്തിൽ കഴിയുന്ന മക്കൾക്ക് പ്രകാശം നൽകുന്ന ചന്ദ്രനാണ് പരിശുദ്ധ മറിയം. 2, പ്രകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മക്കൾക്ക് ഉണർവ് നൽകുന്ന വ്യക്തിയാണ് പരിശുദ്ധി അമ്മ. 3, തീഷ്ണതയോടെ ജ്വലിച്ചു നിൽക്കുന്നവർക്ക് ഉജ്ജ്വലനം കൊടുക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധി അമ്മയിൽ അഭയം തേടാം. വിശുദ്ധ മേരി മഗ്ദലിൻ തന്റെ ജീവിതത്തിൽ കണ്ട ഒരു സ്വപ്നം ഇപ്രകാരമാ പറയുന്നേ. അവൾക്ക് ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുക. ഒരു വലിയ കടൽ, തിരമാലകളെ ഇളകി 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 ആ കടൽക്ഷോഭം ഉണ്ടായിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് അവൾ കാണുന്ന ഒരു കാഴ്ച, ഒരു കപ്പൽ വളരെ ശാന്തതയിൽ കിടക്കുക. അവൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ കാണുന്ന കപ്പൽ നിറച്ച ആളുകളുണ്ട്. നോക്കുമ്പോൾ അത് പരിശുദ്ധ അമ്മയുടെ സ്നേഹിക്കുന്ന മരിയ ഭക്തരാ. കപ്പിത്താനെ നോക്കിയപ്പോൾ അവൾ കണ്ട കാഴ്ച, ആ കപ്പിത്താൻ മറ്റാരുമല്ല, അത് പരിശുദ്ധ അമ്മയാ. പ്രിയപ്പെട്ട മക്കളെ, മനസ്സിലാക്കണം, സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഈ ലോകം ഏതൊക്കെ രീതിയിൽ നമ്മളെ പ്രലോഭനം കൊണ്ട് മൂടിയാലും നമുക്ക് ശാന്തതയോടെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കണം. അമ്മയുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ ലോറൻസ് റിച്ചാർഡ് പറയുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ മറിയമാകുന്ന കപ്പലിൽ പ്രവേശിക്കാതിരിക്കുകയോ പരിശുദ്ധ അമ്മയാകുന്ന കപ്പൽ നിഷേധിക്കുകയോ ചെയ്താൽ ആ നിമിഷം ലോകസമുദ്രത്തിൽ, പാപസമുദ്രത്തിൽ നമ്മൾ മുങ്ങിത്താഴാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പറയുവാണ്, പതിവായും നിരന്തരമായിട്ടും നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി നിത്യരക്ഷയ്ക്കായിട്ട് ഓരോ ദൈവമക്കളും ഒരുങ്ങണമെന്ന്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാ. പ്രിയപ്പെട്ടവർ, ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ നടക്കുമ്പോൾ, പാത്രം കഴുകുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, അധ്വാനിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ കുളിക്കുന്ന സമയത്ത് പോലും നമ്മുടെ അധരത്തിൽ ആരും കേൾക്കണ്ട നന്മ നിറഞ്ഞ മറിയമേ പതിവായും നിരന്തരമായിട്ടും ചൊല്ലാൻ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് നിത്യരക്ഷയിലേക്ക് നമ്മളെ നയിക്കും. നമുക്ക് സംരക്ഷണം കിട്ടും. ഒപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനത്തെ അതിജീവിക്കാൻ ശക്തിയും കിട്ടും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. പരിശുദ്ധിയമ്മ സഭയെയും സഭാമക്കളെയും സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഓരോ ആത്മാക്കളെ വ്യക്തിപരമായിട്ട് പരിശുദ്ധി അമ്മ സംരക്ഷിക്കും. നമ്മൾ കാണുന്നുണ്ട്, കുരിശിൽ സഭയുടെ ശിരസ്സായ യേശുക്രിസ്തു കുരിശിൽ മരിക്കുന്ന സമയത്ത് മരണവേളയിൽ തൊട്ടടുത്ത് പരിശുദ്ധി അമ്മയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ശിരസ്സായ ക്രിസ്തു മരണവേളയിൽ ക്രിസ്തുവിനോട് ചേർന്ന് പരിശുദ്ധ മറിയമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഉടലായ നമ്മൾ, അമ്മയുടെ മക്കളുടെ ഉടലായ നമ്മുടെ മരണവേളയിലും പരിശുദ്ധി അമ്മ നമ്മുടെ തൊട്ടടുത്തുണ്ട്. നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഒരു കാര്യം. അനേകരുടെ വിഷമം എന്നറിയാമോ? മരണസമയമാകുമ്പോൾ വിധിയെക്കുറിച്ചുള്ള ഭയം കയറാൻ തുടങ്ങും. ചെയ്തു കൂട്ടിയ പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധം കയറാൻ തുടങ്ങും. വലിയ ഉത്കണ്ഠകൾ മനസ്സിലേക്ക് കയറാൻ തുടങ്ങും. രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള സംശയം കയറാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഈ സമയത്താണ് സാത്താൻ അവന്റെ സകല ആയുധങ്ങളും
സകല സൈന്യങ്ങളെയും കൂട്ടി, സകല ആയുധങ്ങളും കൂട്ടി, സകല പ്രലോഭനങ്ങളുമായിട്ട് മനുഷ്യന്റെ തൊട്ടടുത്ത് വന്ന് നിന്ന് ആ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് റെഡിയാകുന്നേ. ഓരോ വ്യക്തിയുടെ മരണവേളയിൽ സാത്താൻ അതിശക്തമായിട്ടുള്ള പ്രലോഭനവുമായിട്ട് ആ ആത്മാവിനെ കൂട്ടാൻ വരും. എന്നാൽ സാത്താൻ വയ്ക്കുന്ന ഏതൊക്കെ പ്രലോഭനമാകട്ടെ, ഏതൊക്കെ കാര്യമാകട്ടെ, അതിനെ തകർക്കാൻ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആ നിമിഷം പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, സാത്താൻ വയ്ക്കുന്ന സകല കണികളും സകല പ്രലോഭനങ്ങളും ആ നിമിഷം പൊട്ടി മാറ്റപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ അൻഡ്രൂവിൻ എന്ന് പറയുന്ന വിശുദ്ധൻ തന്റെ മരണവേളയിൽ അതിശക്തമായിട്ടുള്ള പ്രലോഭനം സാത്താൻ ഇങ്ങനെ പ്രലോഭിച്ചുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ആത്മാവ് പെട്ടെന്ന് കാണുന്ന ഒരു ദർശനമുണ്ട്. അത് പരിശുദ്ധി അമ്മയുടെ ഒരു ദർശനമാ. അമ്മയെ കണ്ട മാത്രയിൽ ഈ കാണുന്ന മകൻ ഇപ്രകാരം വിളിച്ചു, അമ്മേ എന്നെ രക്ഷിക്കാൻ വാ. ഇത് പറഞ്ഞു തീരുന്ന സമയം തന്നെ ആ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരുന്ന മുഴുവനും പ്രലോഭനങ്ങൾ അദ്ദേഹത്തിൽ നിന്നും വിട്ടുമാറി സമാധാനത്തോടെ മരിക്കാൻ പറ്റിയെന്ന വിശുദ്ധന്റെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. വീണ്ടും പ്രിയപ്പെട്ട ദൈവമക്കളെ, മിസ്റ്റർ ജോൺ ഓഫ് ദി കോഡ് അദ്ദേഹത്തിന്റെ മരണവേളയെ കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്. അദ്ദേഹം ഒത്തിരി പരിശുദ്ധി അമ്മയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. കാരണം പരിശുദ്ധി അമ്മ കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദാനമാണ് തന്റെ ഭക്തരുടെ മരണവേളയിൽ അവരുടെ അടുത്തു വരുമെന്ന്. ഇത് ഉറച്ചു വിശ്വസിച്ചിരുന്നു. അദ്ദേഹം വിശ്വസിച്ചു, എൻ്റെ മരണസമയത്ത് അമ്മ വരും. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം മരിക്കാറായപ്പോഴും അമ്മ വരുന്നില്ല. അദ്ദേഹത്തിന് അല്പം വിഷാദമായി, വിഷമമായി. എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചോ? പ്രിയപ്പെട്ടവരെ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധി അമ്മ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നീ എന്തേ ഞാൻ വരില്ലെന്നായിരുന്നോ ചിന്തിച്ചേ? അദ്ദേഹം പറഞ്ഞു, ഇത്രയും ദിവസമായിട്ടും കാണാതിരുന്നപ്പോൾ ഞാൻ അപ്രകാരം ചിന്തിച്ചു. അമ്മ മാതാവ് പറഞ്ഞ കാര്യം, കുഞ്ഞെ നിന്റെ സമയമായിട്ടില്ലായിരുന്നു, ഇപ്പോഴാ നിന്റെ സമയം. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. നമുക്കൊന്ന് ചേർന്ന് സ്വർഗത്തിലേക്ക്, നിത്യതയിലേക്ക് പോകാം. അമ്മ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഇപ്രകാരമാ പ്രിയപ്പെട്ടവരെ. പരിശുദ്ധി അമ്മ നമ്മളെ മരണവേളയിൽ നമ്മളെ സഹായിക്കുക മാത്രമല്ല, നിത്യതയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ, സ്വർഗ കവാടത്തിലേക്ക് നമ്മളെ ആനയിക്കാൻ എപ്പോഴും നമ്മുടെ കൂടെയുള്ളത് പരിശുദ്ധി അമ്മയാ. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ആ പരിശുദ്ധി അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക, സംപ്രേഷണം ഏറ്റെടുക്കുക. ആ പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മരണവേളയിൽ നമ്മളെ സഹായിക്കാൻ വരും, നിത്യതയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരും. ഒപ്പം പരിശുദ്ധി അമ്മ നമ്മളെ നിരന്തരം സ്വർഗ കവാടം കടത്താൻ സഹായിച്ചു കൊണ്ടിരിക്കും. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധി അമ്മ നമ്മളെ ശുദ്ധീകരണ ആത്മാക്കളെ, നമ്മളെയും ശുദ്ധീകരണ ആത്മാക്കളെയും നിരന്തരം സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അമ്മയാണ്. വിശുദ്ധ മോൺഫോർട്ട് പറയുന്നതും വിശുദ്ധ ജത്രൂദ് പറയുന്നതും ഇപ്രകാരമാണ്. ശുദ്ധീകരണ സ്ഥലത്ത് ഒരാത്മാവ് കിടപ്പുണ്ടെങ്കിൽ ആ ആത്മാവ് എത്രയേറെ പീഡകളിലൂടെ കടന്നു പോകുവാണെങ്കിൽ ഈ കാണുന്ന പരിശുദ്ധി അമ്മ ആത്മാവിനെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും നിരന്തരം ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലുമെന്ന്. വിശുദ്ധ വിൻസെന്റ് ഫെറർ പറയുന്ന കാര്യപ്രകാരമാണ്, മറിയം ശുദ്ധീകരണ സ്ഥലത്ത് താഴ്ന്നിറങ്ങി ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഈ വിശുദ്ധൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പരിശുദ്ധി അമ്മയ്ക്ക് ഒരധികാരവും അവകാശവും ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള, അവരെ സ്വതന്ത്രരാക്കാനുള്ള ഒരു ശക്തിയും ഒരവകാശവും ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് മരിയ ഭക്തരെ കൂട്ടിക്കൊണ്ടുപോകാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഈ നിമിഷം നമുക്കിടെ സംരക്ഷണം പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിക്കാം. സ്വർഗാരോപണ തിരുനാൾ ദിവസം എന്ന് വെച്ചാൽ നാളെ കഴിഞ്ഞ്, നാളെ അതിനെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ തരാം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ രക്ഷ പ്രാപിക്കുന്ന ദിവസമാണ് പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ. കാരണം പരിശുദ്ധി അമ്മ സ്വർഗാരോപണം ചെയ്യുന്ന സമയത്ത് തന്റെ മകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന മുഴുവനും ആത്മാക്കളെ ഞാൻ കൂട്ടിക്കൊണ്ടുവരട്ടെ? ഈശോ സമ്മതിച്ചു എന്ന വിശുദ്ധാത്മാക്കൾ പറയുന്നത്. ആ സമയത്ത് ഈ ശുദ്ധീകരണാത്മാക്കൾ മുഴുവനും രക്ഷപ്പെട്ടതായിട്ടാ പ്രിയപ്പെട്ടവരെ വിശുദ്ധര് നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ നിമിഷം നമ്മളെയും കുടുംബത്തിലുള്ളവരെയും ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്നവരെയൊക്കെ പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിക്കണം.
ഈ പരിശുദ്ധി അമ്മയുടെ സംരക്ഷണം ഏറ്റെടുത്താലുള്ള മറ്റൊരു ഗുണം എന്നാണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ മിഖായിലും സകല മാലാഖമാരും എപ്പോഴും ആരാണോ പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ചിട്ടുള്ള അവരുടെ ചുറ്റിലും അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ അമ്മയ്ക്ക് സമർപ്പിച്ചാൽ ഈ കാണുന്ന സംരക്ഷണം നമുക്ക് കിട്ടും. നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ സമയത്ത് ഈ പരിശുദ്ധി അമ്മയുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ടോ, അമ്മ നമ്മുടെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, പിന്നെ പിശാച് നമ്മുടെ ആത്മാവിനെ നേടിയെടുക്കാൻ നമ്മുടെ പുറകെ വരില്ല. വിധിയാളന്റെ മുമ്പിൽ ഈ പരിശുദ്ധി അമ്മയുമായിട്ട് നമ്മൾ ചെന്നാൽ ഒരിക്കലും വിധിയാളൻ നമ്മളെ ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം, പരിശുദ്ധി അമ്മയിൽ അഭയം തേട്, പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിക്ക്. ഇപ്രകാരമാ വിശുദ്ധർ പറയുന്നത്, മറിയം താങ്ങുമ്പോൾ നാം വീടില്ല, മറിയം സംരക്ഷിക്കുമ്പോൾ നാം ഭയപ്പെടേണ്ട, അവൾ നയിക്കുമ്പോൾ നമ്മൾ ക്ഷീണിതരാകില്ല, അവൾ അനുകൂലമായിരുന്നാൽ നമ്മൾ നിത്യ സൗഭാഗ്യത്തിലേക്ക് കടക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ താങ്ങാൻ, പരിശുദ്ധി അമ്മ നയിക്കാൻ, പരിശുദ്ധി അമ്മ സംരക്ഷിക്കാൻ, പരിശുദ്ധി അമ്മ നമുക്ക് അനുകൂലമാകാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മയുടെ കുഞ്ഞാകാം. നമ്മളെല്ലാവരും അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മയുടെ സംരക്ഷണം നമുക്ക് ഏറ്റെടുക്കാം. ഈ സമയം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ എന്താണ് നമുക്ക് നൽകുന്ന സന്ദേശം, ഇല്ലെങ്കിൽ പരിശുദ്ധി അമ്മ എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്, തൻ്റെ മക്കളോട് സംസാരിക്കുന്നത്, ഒരു നിമിഷം നമുക്ക് ശ്രദ്ധയോടെ ശ്രവിക്കാം. അമ്മയ്ക്ക് നമ്മളെ സമർപ്പിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. എന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോകരുത്. എന്റെ കൈക്കുള്ളിൽ നിങ്ങളെ നിർത്തി നിങ്ങളെ എന്റെ വിമലഹൃദയത്തോട് ചേർക്കട്ടെ. യേശുവിന് ചുറ്റും നാം ഒന്നിച്ചു നിൽക്കുമ്പോൾ സാത്താൻ നമ്മെ ഉപദ്രവിക്കുകയില്ല, തീർച്ച. ഞാൻ നിങ്ങളുടെ മനസ്സിനെ ഒരുക്കാം. ലോകത്തിന്റെ മുഴുവനായ സമർപ്പണത്തിനു വേണ്ടി സംയുക്ത സമർപ്പണത്തിൽ നിന്നും ഞാൻ വിളവെടുക്കും. നിങ്ങൾ എൻ്റെ സഹപ്രവർത്തകരുമാകും. എൻ്റെ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠ വഴി വിശേഷമായി ദൈവത്തെ സേവിക്കാൻ നിങ്ങൾ സമ്മതം നൽകിക്കഴിഞ്ഞു. വിജയത്തിനു മുൻപ് സഹിക്കേണ്ട കഷ്ടതകൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണല്ലോ. ശ്രദ്ധിച്ചുകൊള്ളുക. ഓരോ വ്യക്തിയിൽ നിന്നും ഞാൻ വളരെ ത്യാഗങ്ങൾ ആവശ്യപ്പെടും. സ്വയം എളിമപ്പെടുത്തുക. എൻ്റെ കയ്യിൽ പിടിച്ച് മുന്നേറുക. നിങ്ങൾ സമാധാനം കണ്ടെത്തും. നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ നാട്ടിൽ, അവസാനമായി ലോകം മുഴുവനിലും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഞാൻ അതിൽ ജ്ഞാനത്തിൻ്റെ തീപ്പൊരി നിക്ഷേപിക്കാം. നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിവുള്ളത് മാത്രം ഞാൻ തരും. എൻ്റെ വചസ്സുകൾ എത്രയധികം നിങ്ങൾ സ്വീകരിക്കാൻ പ്രാപ്തരാണോ, അത്രയധികം നിങ്ങളെ ഞാൻ ജ്ഞാനത്തിൻ്റെ ആഴത്തിലേക്ക് നയിക്കും. എൻ്റെ വചസ്സുകൾക്കനുസരിച്ച് ജീവിക്കുക. അവ നിങ്ങളെ പഠിപ്പിക്കും. വരും കാലത്തേക്ക് നിങ്ങളുടെ ആത്മാക്കളെ ഒരുക്കും. നിങ്ങളെ ഞാൻ സഹായിക്കാം. മാനസാന്തരം നിങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റി ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ എത്തിക്കും. നിങ്ങൾ എൻ്റെ അടുത്ത് വരില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങളെ ഞാൻ പിതാവിൻ്റെ പക്കലേക്ക് കൊണ്ടുപോകട്ടെയോ? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ജ്ഞാനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി വിചിന്തനം ചെയ്യുവിൻ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ, എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ
അപ്പാ കവരുകില്ല. യെസ് കർത്താവേ, എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരുന്നു ഞാൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, കരം കൂപ്പി ശിരസ് നമിച്ചുകൊണ്ട് അങ്ങേക്കാരാധന. പരിശുദ്ധ പരമാ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, കാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എളിമയോടുകൂടി പരിശുദ്ധ പരമമാ പ്രപഞ്ച സൃഷ്ടാവിന്, കാരുണ്യമേ, സകലത്തിന്റെ മേൽ അധികാരമുള്ള കർത്താവിന് അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. ഒരു നിമിഷം കണ്ണു തുറന്ന് കരം കുപ്പി പിടിച്ച് ഈശോയെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു, ഈശോയെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞാനിപ്പോൾ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായിട്ട് നിന്നെ സ്നേഹിക്കാൻ കൊതിക്കുന്നു, അധികമായിട്ട് ആശ്രയിക്കാൻ, അധികമായിട്ട് നന്ദി പറയാൻ, അധികമായി ശരണപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. ഞാൻ എന്നെ തന്നെ പരിപൂർണമായി അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധി അമ്മയ്ക്ക് നമ്മളെ തന്നെ പരിപൂർണമായിട്ടൊന്ന് വിട്ടുകൊടുക്കട്ടെ. ശിരസ് നമിച്ച് ഒരിക്കൽ കൂടി നമുക്ക് ആരാധനയുടെ ഭാഗമായി, ആരാധനയായിട്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറക്കാം. ഈശോയെ നോക്കിക്കേ മക്കളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒത്തിരി വേദന നിറഞ്ഞ ജീവിത. ഒത്തിരി മാതാപിതാക്കളും മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്. കുടുംബഭാരം, സാമ്പത്തിക ഞെരുക്കം, കടബാധ്യത, രോഗപീഠകൾ, സമാധാനമില്ലാത്ത അവസ്ഥകൾ, തകർച്ചകൾ. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതം ഒത്തിരി വേദനയിലൂടെ പോകുക. നിങ്ങളിപ്പോ ചിന്തിച്ച് നോക്കിക്കേ, മനുഷ്യനെ എപ്പോഴൊക്കെ ഏതൊക്കെ ആവശ്യത്തിൽ ഒത്തിരി ദുഃഖിച്ചിട്ടുണ്ടോ ആ സമയത്ത് മനുഷ്യൻ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം സഹായത്തിനായിട്ട് ഇന്നു വരെ അയച്ചിരിക്കുന്നത് പരിശുദ്ധി അമ്മയാ. നമ്മൾക്ക് ഒറ്റക്കെട്ടായിട്ട് അമ്മയെ വിളിച്ചേ. നീ എത്ര തളർന്ന വ്യക്തിയായിക്കോട്ടെ, നീ ദൈവത്തെ വിളിച്ചാൽ നിന്നെ സഹായിക്കാൻ ദൈവം അമ്മയെ അയക്കും. പ്രകൃതിക്ഷോഭം, പകർച്ചവ്യാധി, യുദ്ധമുണ്ടായപ്പോൾ, അബദ്ധ പ്രബോധനങ്ങളും സിദ്ധാന്തങ്ങളും കടന്നു വന്നപ്പോൾ, ദൈവനിഷേധം ശക്തി പ്രാപിച്ചപ്പോൾ, മതപീഡനമുണ്ടായപ്പോൾ, ഒരു കാലത്ത് ജനം ദൈവത്തെ ആത്മാർത്ഥമായി വിളിച്ചപ്പോൾ അവരെ സംരക്ഷിക്കാൻ അമ്മ വന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വിളിച്ചാൽ ഈ അമ്മ വരും. ഈ അമ്മ വരും. കാരണം ദൈവജനത്തെ സംരക്ഷിക്കാനായിട്ട് നിയോഗിച്ചിരിക്കുന്നത് ഈ പരിശുദ്ധ അമ്മയാ. നമ്മുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച്. 9 പിയൂസ് മാർപ്പാപ്പ പറഞ്ഞില്ലേ, ഓരോ വ്യക്തികളും പരിശുദ്ധ അമ്മയിൽ പ്രത്യാശ അർപ്പിക്കുകയും അമ്മയിലെ അഭയം തേടുകയും അമ്മയിൽ സമർപ്പിക്കുകയും ചെയ്താൽ നമ്മളൊക്കെ രക്ഷപ്പെടുമെന്ന്. അത് സമർപ്പിച്ച മക്കളെ, നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച്, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഓരോരുത്തരെയും എടുത്ത് പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിക്കുക. 2, നമ്മുടെ കുടുംബത്തെ അലട്ടിക്കുന്ന പ്രശ്നങ്ങൾ സമർപ്പിക്കുക. നമ്മുടെ മക്കൾ ആരെങ്കിലും തെറ്റായ മാർഗത്തിലൂടെ ദൈവത്തിന് ചേരാത്ത, സ്വർഗത്തെ നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന ആത്മാക്കളായിട്ട് നമ്മുടെ മക്കൾ പോകുന്നുണ്ടെങ്കിൽ പ്രത്യേക അമ്മയ്ക്ക് സമർപ്പിക്കുക. ഇപ്രകാരമാ വിശുദ്ധ മോൺഫോർട്ട് പറഞ്ഞത്, ഏതൊക്കെ ദൈവമക്കൾ പരിശുദ്ധ അമ്മയിൽ വിശ്വാസം അർപ്പിക്കുകയും വിശ്വസ്തരായി ജീവിക്കുകയും വിശ്വസ്തദാസരായി തീരുകയും ചെയ്താൽ ഒരു ശത്രുവിന്റെ മർദ്ദനത്തിനോ, ഒരു ശത്രുവിന്റെ സംഖ്യാബലത്തിനോ, ഒരു ശത്രുവിന്റെ ദുഷ്ടതയ്ക്കോ ഒരാളെപ്പോലും തകർക്കാൻ പറ്റില്ല. കാരണം അവരെ പരിശുദ്ധ അമ്മ തന്റെ നീല കാപ്പയാൽ പൊതിയും. സമർപ്പിച്ച മക്കളെ,
പരിപൂർണമായിട്ടും വിട്ടുകൊടുത്ത് അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകില്ലെന്ന്. രാത്രിയിലെ ചന്ദ്രനാ അമ്മ, ഉഷകാല താരകമാ അമ്മ, മധ്യാഹ്നത്തിലെ സൂര്യനാ അമ്മ. അമ്മയ്ക്ക് സമർപ്പിക്കുന്നവരൊക്കെ വളർന്നിട്ടേ ഉള്ളൂ. ഒരാത്മാവും നഷ്ടപ്പെട്ടു പോകില്ല. രണ്ട് കരങ്ങൾ യാചനയോടെ പിടിക്കാം, രണ്ട് കരങ്ങൾ യാചനയോടെ പിടിക്കാം. ഞാൻ പൂർണ്ണമായിട്ട് അമ്മയുടേതാ. മിസ്റ്റർ മോൺഫോർട്ട് പറഞ്ഞ പോലെ, മിസ്റ്റർ കോൾബെ പറഞ്ഞ പോലെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ പോലെ പരിപൂർണമായിട്ട് സമർപ്പണം നടത്തിയിട്ട് പറഞ്ഞേ, ഓ മറിയമേ, ഓ മറിയമേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേത്, അമ്മയുടേത് മാത്രമാ. അമ്മ എന്നെ സംരക്ഷിക്കണമേ, അമ്മ എന്നെ സംരക്ഷിക്കണമേ. അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാ മക്കളും അമ്മയുടെ ആ സംരക്ഷണം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ടെന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളെ സംരക്ഷിക്കണേ അമ്മേ, ഞങ്ങളെ കവചം ഞങ്ങളിൽ പൊതിയണമേ അമ്മേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണേ അമ്മേ. ഓരോ നിമിഷവും ഞങ്ങളെ ചേർത്ത് പിടിക്കണേ അമ്മേ. എല്ലാ ദുഷ്ട സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. എല്ലാ പൈശാചിക കെട്ടിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. എല്ലാ അശുദ്ധാരൂപിയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. എല്ലാ തിന്മയുടെ ബന്ധനാവസ്ഥയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. എല്ലാ രോഗപീഠകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. എല്ലാ തിന്മയുടെ കെണികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. എല്ലാ പൈശാചിക പീഡകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ലോകാരൂപിയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. പാപ പ്രളയത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളെ ചേർത്ത് പിടിച്ച് നീലക്കാപ്പ് കൊണ്ട് പൊതിയണമേ. ഹല്ലേലൂയ, 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 ഹല 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 ഹല. ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ വിമല ഹൃദയത്തിനുള്ളിൽ, ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ വിമല ഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാ സംരക്ഷണം ദൈവമാതേ നീയേകണേ. ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ വിമല ഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാ സംരക്ഷണം ദൈവമാതേ നീയേകണേ. ഒരു നിമിഷം കൂടി നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സമർപ്പിക്കുമ്പോൾ പരിശുദ്ധി അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ മകൻ കുരിശിൽ വേദന കൊണ്ട് പൊളഞ്ഞ് മരണത്തിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ അവൻ്റെ കൂടെയുള്ള പോലെ, കുഞ്ഞെ നീ എനിക്ക് സമർപ്പിച്ചാൽ, നിന്നെ തന്നെ സമർപ്പിച്ചാൽ, നിന്റെ മരണവിനാഴികയിൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ പ്രായമായിട്ട് കിടക്കുന്നവരെ സമർപ്പിക്കാം. കിടപ്പ് രോഗികളെ സമർപ്പിക്കാം. മരണാസന്നരായി കഴിയുന്ന എല്ലാ രോഗികളെ സമർപ്പിക്കാം. പരിശുദ്ധി അമ്മ വഴി പിതാവിന് സമർപ്പിച്ച്, ത്രിയേക ദൈവത്തിന് സമർപ്പിച്ച്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് ദൈവം ആരെയൊക്കെ വിളിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ അവരെയൊക്കെ സമർപ്പിക്കാം. അവർക്കെല്ലാം പരിശുദ്ധി അമ്മയുടെ സംരക്ഷണം കിട്ടും. കാരണം അമ്മ സംരക്ഷിച്ചാൽ സാത്താൻ വെക്കുന്ന അവസാനത്തെ കെടികൾ പോലും അവരെ തൊടില്ല. ആത്മാവിന്, ഈ കാണുന്ന ആ പൈശാചിക ശക്തിക്ക്, അശുദ്ധാത്മാവിന്, സാത്താൻ ഈ ആത്മാവിനെ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളെ, നമ്മുടെ കുടുംബത്തിലുള്ളവരെ, പ്രിയപ്പെട്ടവരെ, മരണാസന്നരായി കഴിയുന്നവരെയൊക്കെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുക. നമ്മുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയവരുണ്ടല്ലോ, ശുദ്ധീകരണ ആത്മാക്കൾ, പ്രിയപ്പെട്ടവരെ, അവരെ സമർപ്പിച്ച്. പരിശുദ്ധി അമ്മയ്ക്കുള്ള അവകാശമാ, ശക്തിയാ. ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളെ സഹായിക്കാൻ, ആശ്വസിപ്പിക്കാൻ, രക്ഷിക്കാൻ, അവരെ സ്വതന്ത്രരാക്കാൻ പരിപൂർണമായിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരിച്ചോ അവരെയൊക്കെ സമർപ്പിക്കുക. മൂന്നാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ചാൽ ആത്മാക്കൾക്ക് ചുറ്റും മാലാഖമാര് കൂടെ ഉണ്ടാകും, സംരക്ഷണമായിട്ട്, മിഖായിൽ ഉൾപ്പെടെ. പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ചാൽ അമ്മ വിധിയാളന്റെ മുമ്പിൽ അമ്മ കൂടെ നിൽക്കും, നമ്മുടെ കൂടെ നിൽക്കും. നമുക്ക് വേണ്ടേ പരിശുദ്ധി അമ്മ നമ്മളെ താങ്ങണം, പരിശുദ്ധി അമ്മ നമ്മളെ സംരക്ഷിക്കണം, പരിശുദ്ധി അമ്മ നമുക്ക് അനുകൂലമാകണം, പരിശുദ്ധി അമ്മ നമ്മളെ ചേർത്ത് പിടിക്കണം. രണ്ട് കരങ്ങൾ യാചനയോടെ പിടിച്ചൊരിക്കൽ കൂടി, അമ്മേ
മരണവിനാഴികയിൽ കൂടെ ഉണ്ടാകണേ. കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾക്ക് ആശ്വാസമായി ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലണമേ. മാലാഖമാരുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വിധി സമയത്ത് വിധിയാളന്റെ മുമ്പിൽ ഞങ്ങളുടെ കൂടെ അമ്മ ഉണ്ടാകണമേ. ഞങ്ങളെ താങ്ങണമേ, സംരക്ഷിക്കണമേ, ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ അമ്മയോട് ചേർന്ന് അമ്മയുടെ സംരക്ഷണം കിട്ടാൻ ആഗ്രഹിച്ചു ഒരിക്കൽ കൂടി സ്തുതിക്കാമോ? സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിൽ എന്റെ തേരു തെളിക്കാം. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, വിണ്ണിൽ എന്റെ തേരു തെളിക്കാം. പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിൽ ഇന്നു തറയ്ക്കാം. പേര് പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിൽ ഇന്നു തറയ്ക്കാം. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജ്വലിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. ഒരു നിമിഷം പ്രിയപ്പെട്ട മക്കളെ, രണ്ട് കരങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് പുണ്യം കിട്ടാൻ, പുണ്യം അഭ്യസിക്കാൻ, കൃപ കിട്ടാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കും. നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. പാപം ഉപേക്ഷിക്കുന്ന പോലെ പുണ്യം അഭ്യസിക്കണം. സാധിക്കാത്ത മക്കളുണ്ടെങ്കിലും സാധിക്കുന്ന മക്കളുണ്ടെങ്കിലും അത് വളരട്ടെ, വളരട്ടെ, വളരട്ടെ. പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തെ, പ്രത്യേകിച്ച് ഈ നിമിഷം നമ്മൾ കിടക്കാൻ പോകുമ്പോൾ, രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന സമയം തൊട്ട് നാളത്തെ വൈകുന്നേരത്തെ ശുശ്രൂഷ ആ സമയം വരെ ഓരോ മിനിറ്റിലും എനിക്ക് പുണ്യം അഭ്യസിക്കാൻ പരിശുദ്ധി അമ്മ എന്നെ സഹായിക്കണമേ, കൃപ തരണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് വിശ്വാസം, സ്നേഹം, ക്ഷമ, അരൂപിയിൽ നിലനിൽപ്പ്, എളിമ, സഹനശക്തി, അനുസരണം, ദൈവത്തിലുള്ള ശരണം, പ്രിയപ്പെട്ടവർ, ഈ പുണ്യമൊക്കെ നമ്മളിൽ ധരിക്കട്ടെ, നമ്മളിൽ ധരിക്കട്ടെ, നമ്മളിൽ ഉണരട്ടെ, നമ്മളിൽ ഫലം ചൂടട്ടെ. പരിശുദ്ധി അമ്മയുടെ മുന്നിലേക്ക് രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അമ്മേ ഞങ്ങളെ സഹായിക്കണമേ, ഈ പുണ്യം അഭ്യസിക്കാനുള്ള കൃപ നൽകണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിച്ച്, എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും അപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യാവർത്തക്കാരുടെ രാജ്ഞി, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു. നെടുവീർപ്പോടും കണ്ണുനീരോടും കൂടെ പാപിയായി ഞാൻ അങ്ങേ ദയാധിക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. സ്വസ്ഥാനങ്ങളിൽ ശാന്തമായിട്ടൊന്ന് മുട്ടുകുത്താമോ? മുട്ടുകുത്താൻ സാധിക്കുന്നവർ ഈ നിമിഷം ഒന്ന് മുട്ടുകുത്ത്. അത് ഈശോയുള്ള സ്നേഹത്തെ പ്രതി എളിമയോടെ, പ്രിയപ്പെട്ടവരെ, ത്യാഗമേറ്റെടുത്ത് മുട്ടുകുത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു പുണ്യം ജനിക്കുന്നു, കൃപ കിട്ടുന്നു. ഈ നിമിഷം ഈശോ നമ്മളെ ആശീർവദിക്കുക. അമ്മ നമ്മളെ സംരക്ഷണം ഏറ്റെടുത്തേക്കുക. നമുക്കിനി അമ്മയുടെ കുഞ്ഞായി അമ്മയുടെ മേലങ്കിക്കുള്ളിൽ അമ്മയുടെ വിരൽ പിടിച്ച് നടക്കണം. അതിനുള്ള കൃപ കിട്ടാനായിട്ട് ഈ നിമിഷം ഈ ആശീർവാദ സമയത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടെ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം, അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം, അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷം സ്ക്രീനിൽ കാണുന്ന പുണ്യം, വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷ, നമ്മൾ ചെയ്യേണ്ട പുണ്യങ്ങൾ നമുക്ക് അഭ്യസിക്കാനായിട്ട് ശ്രദ്ധയോടെ വായിക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ ശ്രദ്ധിക്കാം. ഒപ്പം 2 കാര്യങ്ങൾ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ചെയ്യുക, പ്രത്യേകിച്ച് നാളത്തെ ദിവസം. മറ്റൊന്നുമല്ല, ഓഗസ്റ്റ് 15 പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ദിവസം ഏറ്റവും കൂടുതൽ ശുദ്ധീകരണ ആത്മാക്കൾ രക്ഷപ്പെടുകയാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ ധാരാളം പുണ്യങ്ങൾ അഭ്യസിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് പ്രഭാതം തൊട്ട് നാളെ പ്രദോഷം വരെ ധാരാളം പുണ്യങ്ങൾ അഭ്യസിച്ചുകൊണ്ട് ശുദ്ധീകരണ ആത്മാക്കൾ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കണം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാരുണ്യ പുണ്യപ്രവൃത്തിയാണ് ഇന്ന് വരെ അമ്മയ്ക്ക് സമർപ്പിക്കാത്ത, ശുശ്രൂഷയിൽ പങ്കുചേരാത്ത അനേകരെ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. നമുക്ക് സാധിക്കുന്ന എല്ലാവരോടും പറഞ്ഞ് ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ പങ്കുചേർക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കട്ടെ. നമുക്ക് പുണ്യം അഭ്യസിച്ച് അമ്മയുടെ കുഞ്ഞായി സ്വർഗത്തിന് അവകാശികളാകാം. അതിനുള്ള കൃപാവരം നമുക്ക് നൽകട്ടെ. എന്നേക്കും ആമേൻ.